ഇനി അടുത്തത് ഞങ്ങൾ പോകുന്നത് ടീ ഫാക്ടറിയിലേക്കാണ്. ഇനി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം തന്നെ ഉണ്ടാക്കി നമുക്ക് കാണാനും നമുക്കിതെല്ലാം കാണാനും സാധിക്കും. വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് മോശമെന്ന് ആരെങ്കിലും പറയുമോ? പല കളറിലെ പല ടേസ്റ്റിലുള്ള ചോക്ലേറ്റുകളാണ്. സ്വീറ്റ്സ് ഉണ്ട്. ഇനി നമ്മൾ ടീ ഫാക്ടറിയിലേക്കാണ് കയറി പോകുന്നത്. ഇതിലേക്ക് ഊട്ടിയിലേക്കുള്ള കാഴ്ചകളൊന്നും ഇവിടെ കണ്ടത്. നമ്മൾ ഡോണാപേട്ടയിൽ നിന്ന് കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. നമ്മളിതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാൻ എങ്ങനെയാണ് ഒരു തേയില നമ്മുടെ കൈകളിൽ എത്തുന്നുള്ളത്. തോട്ടത്തിൽ നിന്ന് തേയില നുള്ളിക്കൊണ്ട് വരുന്നത് കണ്ട് കൊളുന്ത് നുള്ളുകാരെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കൊളുന്ത് നുള്ളി അവിടെ ചോട്ടിരുന്നത്. കൊളുന്ത് നുള്ളി ഇവിടെ കൊണ്ടിട്ടിട്ട് ഉണക്കിയിട്ടാണ് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. വെള്ളം പറ്റുന്ന രീതിയിൽ ഇവിടെ ഇട്ടാണ്. പിന്നെ ചെടികളിലുള്ള വെള്ളങ്ങളെല്ലാം എടുത്തിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. ये पहले है ना, ये पूरा पत्ती सुखाने के लिए, मतलब वो गार्डन में तोड़ने के बाद इसमें क्या है ना, मॉइस्चर मतलब नमी है ना, वो नमी आपका डायरेक्ट मशीन में डाल के क्या होता है ना, वो जूस होता है, पेस्ट ऐसे जाएगा. सो वो 12 घंटे वो ड्रायर धूप में वो ड्रायर दे दें. पूरा वो गर्म हारा देंगे. वो फैन आपका फैन डाल के वो क्या होता है ना, वो माशर सब पूरा निकलता है. बाद में वो पाइप मैन्यूल में दो डालने के बाद वो पत्ती पूरा वो नीचे बिछता है. वो मशीन में डाल के 2 घंटे पीस नीचे. वो ग्रीन टी के लिए ऐसा नहीं. वो ग्रीन टी के लिए पत्ती तोड़ने के बाद ड्राइंग में स्टीमिंग में बॉईल कर दो पत्ती पूरा. बॉइलिंग करने के बाद डायरेक्ट ड्राइंग है वो ऑक्सीडेशन करने के लिए ज़रूरत है. അതുവഴിയാണ് വരുന്നത്. ആ പൈപ്പിൻ്റെ വഴിക്ക് താഴെ മെഷീനിലേക്ക് വരും. 2 മണിക്കൂർ അരയ്ക്കും. അരച്ച് 2 മണിക്കൂർ അരച്ച് കഴിഞ്ഞിട്ട് ഓക്സിജനാണ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ അരച്ചതിന് ശേഷം ഈ ഡ്രൈ വഴി അതിൻ്റെ ലീഫിഞ്ചോട്ട് വരും. ഈ ഡ്രയർ മെഷീനാണ്.
घर में इडली पूरा वो स्टीम कर रहे हैं ना, ऐसे वाला स्टीम करने को नीचे उसमें डाल के 20 मिनट क्रश करने पर डायरेक्ट ड्राई, वो ऑक्सीडेशन करने के लिए ज़रूरत है। मतलब क्या है ना, वो ऑक्सीडेशन करने के बाद चाय पत्ती का कलर मेहंदी का कलर आएगा आपका। मेहंदी का कलर आने के बाद इसमें क्या निकल जाती है ना, एंटीऑक्सीडेंट निकल जाती है। ग्रीन टी में क्या फ़ायदा है, एंटीऑक्सीडेंट इसमें रहता है, स्टीमिंग ड्राई करने को इसमें रहता है, ऑक्सीडेशन करने को निकल जाता है। तो ग्रीन टी के लिए ऑक्सीडेशन ज़रूरत नहीं, ठीक है। उलोंग जैसे फैक्ट्री में दूसरा एक चाहिए उलोंग टी, चाइनीज़ का ग्रीन टी है। इसमें क्या फ़ायदा है, सेम ग्रीन टी का है, इसमें कड़वा नहीं होता। ग्रीन टी का प्रोसेस, ब्लैक टी का प्रोसेस, अलग अलग प्रोसेस है। उलोंग वाइट टी आपको कभी सुना है, वाइट टी सुना नहीं। वाइट टी मतलब चाय पत्ती के ऊपर छोटा सा कली रहता है ना, बट बेबी लीफ, एक कली ऐसे निकालने के बाद सूरज में धूप के साथ रहेगा, तो वाइट टी है। हार्ट पंपिंग के लिए अच्छा है, शुगर लेवल कंट्रोल के लिए, डायबिटीज़ के लिए, कैंसर प्रिवेंशन के लिए, स्किन एलर्जी के लिए। इसमें कुछ टेस्ट नहीं, गर्म पानी जैसे रहेगा, और शहद के लिए तो अच्छी है। वाइट टी 50 ग्राम 500 रुपये, सबसे महंगा है शहद के लिए, ठीक है। बाद में आपको ऊपर जाके एक पूरा आपको देखिए। ഫ്രൈ ചെയ്തിട്ട് കട്ട് പീസായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. CTC പറഞ്ഞ ഡസ്റ്റാ, ഇത് ഏലത്തേയില്ല. ഈ മസാല मतलब ദിസ് ഈസ് മസാല. മസാല ടീയിൽ ഏലക്ക, പട്ട, ഗ്രാമ്പ്, കുരുമുളക് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു മസാല ചായ ഉണ്ടാകും. പക്ഷേ ഗ്രീൻ ടീയിൽ എന്ത് പ്രോസസ്സും ചെയ്യില്ല, അങ്ങനെ ആവിൽ ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്യും. പേരെന്താണ്? എൻ്റെ പേര് റിച്ചാർഡ്. പക്ഷേ ഇവർ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമാണ് എൻ്റെ ജോലി, എക്സ്പ്ലനേഷൻ. മൂന്ന് മണിക്കൂർ അല്ല, ഇതാണ് ഇത് 12 മണിക്കൂർ. ഇത് സെക്കൻഡ് ക്വാളിറ്റിയാണ്. ഇത് RC എന്ന് പറയും. ഇതെന്താ അറിയോ, ഈ കുറച്ച് ജാസ്തി ഉണക്കുന്ന ഇലയൊക്കെ എടുത്തിട്ട് ഫുൾ പൊടിയാക്കിയിട്ട് നമ്മൾ ഗ്രാനുൾസ് ആയി അത് മിക്സ് ചെയ്യും, കുറച്ച് കടുപ്പ് കിട്ടും. അതുകൊണ്ട് അത് ഡ്രൈയിൽ ഉണക്കും. പക്ഷേ ഇത്ര വേസ്റ്റാണ്, ഇത്ര ഉണക്കാൻ പാടില്ല. അപ്പോൾ ഇത്ര ഉണങ്ങിയാൽ ഒന്നും കേടാവില്ല, പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കാം. RC പറയും. അത് ഗുണം അത് എന്താ അറിയോ, മാർക്കറ്റിലേക്ക് അവർക്ക് വായിക്കും സെക്കൻഡ് ഗ്രേഡ്. ഇങ്ങനെയാണ് ചായയുടെ പ്രോസസ്സ്. മുകളിലത്തെ ചായയുടെ ഏറ്റവും മുകളിലത്തെ കിളിന്താണ് വൈറ്റ് ടീ ആയിട്ട് വരുന്നത്. ഉപയോഗിക്കുന്നത് അതാണ് ഏറ്റവും വില കൂടിയ സാധനം. 50 ഗ്രാമിന് 5000 റുപ്പീസാണ്. 500 ഗ്രാമിന് എത്രയും വൈറ്റ് ടീയുടെ മാർക്കറ്റിലെ കുറേ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ 12,000 രൂപയാണ് കിലോ. ഒരു കിലോയ്ക്ക് ഡാർജിലിംഗ്, ശ്രീലങ്കയിൽ അത് 20,000 രൂപയാണ്. അതിൻ്റെ ഗുണം നമുക്കിവിടെ 15,000. ഇവിടെ മാർക്കറ്റിലേക്ക് 15,000 ശേഷം ഒരു കിലോ. അത് അത്ര മെഡിസിനൊക്കെ ഉണ്ട്. അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രം എടുത്തിട്ട് വെയിലിട്ടുണ്ട്. വൈറ്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനും എത്ര അല്ലല്ല, അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു 150 ml ചുടുവെള്ളത്തിന് 3-4 തളിയിൽ ഉള്ളിലേക്ക് വെച്ചോളൂ. ചുടുവെള്ളത്തിൽ ആ 3-4 തളിയിൽ വീണ്ടും 3 ഗ്ലാസ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് അത് ആ തളിയിൽ തിന്നുകയും ചെയ്യാം, അങ്ങനെ കഴിക്കുകയും ചെയ്യാം. ग्रैन्यूल्स टाइप है। हाँ, ये हमारा इंडियन मार्केट में हिंदुस्तानी के लिए ऐसी चाय दे रहे हैं ना। ये मैं बता दिया ना, वो एक्सपोर्ट ब्लैक टी मतलब वो पूरा एक्सपोर्ट हो जाता है जैसे एक्सपोर्ट हो जाता है पूरा। ये वगैरह सब पूरा क्या है ना, वो इसमें क्या फ़ायदा मतलब इसमें ज़्यादा फ्रेगरेंस मिलता है। ये इसमें चाय में खुशबू ज़्यादा रहेगा, ये चाय में कड़क ज़्यादा रहेगा। जितना बारीक होने के बाद इसमें कड़क है, जितना मोटा पत्ता में फ्लेवर खुशबू। ये बाकी वगैरह सब पूरा एक्सपोर्ट हो जाती हूँ। हमारे इंडियन मार्केट में डस्ट चलता है मतलब। हाँ,
अदरक और स्टार एनीज है ना, ये पूरा वो इसमें मिक्स है। मसाला चाहिए, मसाला में 6 वैरायटी स्पाइसेस मिक्स है। चॉकलेट टी भी अवेलेबल है। चॉकलेट में क्या है, कोको पाउडर 4 पीसेस है, थोड़ा सा मिक्स है इसमें। जिंजर टी मतलब वो जिंजर, ड्राई जिंजर है ना, शोंठ पाउडर, शोंठ है ना, शोंठ इसमें मिक्स। ठीक है, आपका थोड़ा सा चाय टेस्ट करें। वाइट टी मतलब ये वाइट टी देखो, सूरज में धूप के साथ ड्राई करने के बाद ऐसे आएगा। हाँ खोल। ഇതാണ് വൈറ്റ് ടീ. ചായയുടെ ഏറ്റവും ഗുണമുള്ള സാധനം, ഏറ്റവും വില കൂടുതൽ. പക്ഷേ എൻ്റെ യൂട്യൂബിലുണ്ട് മലയാളം, നിങ്ങൾ സെർച്ച് ചെയ്തു. ഏതാ ചാനൽ ഏതാ? അല്ല സാർ, ചാനലല്ല, യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി എക്സ്പ്ലനേഷൻ ഇട്ടാൽ മതി. 3 ലാംഗ്വേജിലുണ്ട്. ഇത് യൂട്യൂബിലേക്ക് ഇടാനട്ടാ. അതിന് ശരിക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ ये चाइनीज़ ग्रीन टी मैं क्या बोल रहे ना, ब्लैक टी का प्रोसेस आधा है, ग्रीन टी का प्रोसेस आधा है. ये तो चाइनीज़ ग्रीन टी है, मिक्स है. ഗ്രീൻ ടീ. ഇത് ഗ്രീൻ ടീയാണ്. പക്ഷേ ഈ ഗ്രീൻ ടീയിൽ കുറച്ച് കയ്പ്പ് വരും, ഈ ഗ്രീൻ ടീയിൽ കുറച്ച് കയ്പ്പ് വരും. പക്ഷേ ചൈനീസ് ഗ്രീൻ ടീയിൽ കയ്പ്പ് കിട്ടത്തില്ല. ഇത് ബ്ലാക്ക് ടീയുടെ പ്രോസസ് ഗ്രീൻ ടീ പ്രോസസ് ഒരുമിച്ച് ചെയ്യുമ്പോൾ തന്നെ കട്ടൻ ചായ, ഇതാണ് ഒറിജിനൽ കട്ടൻ ചായ. ഇതാണ് ബ്ലാക്ക് ടീ. ഇത് വൈറ്റ് ടീ. അത് വൈറ്റ് ടീയിൽ എന്തോ ഒരു ടേസ്റ്റും കിട്ടത്തില്ല. ഓരോ ടൈപ്പിലുള്ള ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, കൂളിംഗ് ടീ, അതിൻ്റെ എല്ലാം ഓരോ പ്രോസസ്സും അതിൻ്റെ രീതികളുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കത് വായിച്ച് നോക്കി ചെയ്യാവുന്നതാണ്. നമ്മൾ കാണാൻ പോകുന്ന വിവിധ ഇനം ചായകളാണ്. നമുക്ക് അകത്തേക്ക് കൗണ്ടറിലേക്ക് കയറാം. नॉर्मल टी, जिंजर टी, मसाला टी, इलायची टी, ग्रीन टी, ब्लैक टी, चॉकलेट टी. ഇതിനെങ്ങനെ വില? फिर सादा टी हाफ kg 160 रुपीस, नॉर्मल 160, जिंजर 170, मसाला 210, ಏಲಕ್ಕ 300, ಚಾಕ್ಲೇಟ್ 180.